വെൽക്കം ടു ഡ്രീം ഷോ. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള ഭാഗത്തു നിന്നും കുറച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നിന്നും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും മുതൽ നമുക്ക് പഠിച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. An information system which receives data inputs, processes the same and gives its output in the form of information useful for decision making is known as. Answer: accounting. Second question. Assets which are acquired for relatively longer period of time is known as ഫിക്സഡ് അസറ്റ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമുക്ക് ലോങ്ങർ പീരിയഡിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അസറ്റ് ആണെങ്കിൽ അതിന് ഫിക്സഡ് അസറ്റ് എന്നാണ് പറയുന്നത്. എമൗണ്ട് വിച്ച് എ ബിസിനസ് ഓസ് ടു അതേഴ്സ് ഐദർ ഫോർ മണി ബോറോഡ് ഓർ ഫോർ ഗുഡ്സ് ആൻഡ് അസറ്റ്സ് പർച്ചേസ്ഡ് ഓൺ ക്രെഡിറ്റ് ഓർ ഫോർ സർവീസസ് റെൻഡേഡ് ഈസ് നോൺ ആസ് ലാബിലിറ്റീസ്. അത് ഒരാളുടെ ലാബിലിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മണി ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇൻവെസ്റ്റർ ഓർ ഓണർ ഓഫ് എ ബിസിനസ്. ഒരു ബിസിനസ്സിൻ്റെ ഓണർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു എമൗണ്ടിനെ നമ്മൾ ക്യാപിറ്റൽ എന്നാണ് പറയുക. ഒരു ബിസിനസ്സിലേക്ക് ഇത്ര റുപ്പീസ് ഒരാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നു എന്ന് നമ്മൾ പറയും അല്ലേ, അത് ക്യാപിറ്റലാണ്. ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ ബിസിനസ് ഇൻ ദ പ്രോസസ് ഓഫ് ഏണിംഗ് റവന്യൂ. റവന്യൂ ഏൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ചെലവുകൾ, കോസ്റ്റ്, അതിന് പറയുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ടു ഡിറൈവ് ലോങ് ടേം അഡ്വാൻറ്റേജ്. നമുക്ക് കിട്ടുന്ന വരുന്ന എക്സ്പെൻഡിച്ചർ അത് ഇൻകേർ ചെയ്യുന്ന സമയത്ത് ടു ഡിറൈവ് ലോങ് ടേം അഡ്വാൻറ്റേജ്, അതാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എമൗണ്ട് ഓഫ് ക്യാഷ് വിഡ്രോൺ ബൈ ദ ഓണർ ഫോർ ഹിസ് പേഴ്സണൽ യൂസ്. അതായത് ഒരു ബിസിനസ്സിൻ്റെ ഓണർ ക്യാഷ് വിഡ്രോ ചെയ്യുന്നു, അയാളുടെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡ്രോയിങ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഈസ് നോൺ ആസ്. ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഈസ് നോൺ ആസ് പ്രോഫിറ്റ്. അതായത് എക്സ്പെൻസസ്, നമുക്ക് ഉണ്ടാവുന്ന റവന്യൂ മൈനസ് നമുക്ക് ഉണ്ടായി വരുന്ന ചെലവുകൾ, എക്സ്പെൻസസ്, അത് രണ്ടും മൈനസ് ചെയ്താൽ നമുക്ക് പ്രോഫിറ്റാണ് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് ഗുഡ്സ് റിമെയിനിങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരിയഡ്. അതായത് ഒരു അക്കൗണ്ടിങ് പീരിയഡിൻ്റെ അവസാനമാകുമ്പോൾ അൺസോൾഡ് ആയി കിടക്കുന്ന ഗുഡ്സ്, അതുവരെ നമുക്ക് വിൽക്കാൻ പറ്റിയിട്ടില്ല, അൺസോൾഡ് ആയിട്ട് റിമെയിനിങ് ആയി കിടക്കുന്ന അസറ്റ് ആണെങ്കിൽ അതിനെ നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള സ്റ്റോക്ക് ഏതാണ്? ഓപ്പണിംഗ് സ്റ്റോക്കാണ്. ഇത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പേഴ്സൺ ടു ഹൂം ദ ബിസിനസ് ഓസ് മണി ആസ് ഹി ഹാസ് ഗിവൺ സം ബെനിഫിറ്റ് ടു ദ ബിസിനസ്. അത് ആരാണ്? ക്രെഡിറ്റേഴ്സാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ബിസിനസ് ഹാസ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. ഏത് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ബിസിനസ്സിന് ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്? ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് എൻറ്റിറ്റി കോൺസെപ്റ്റ് പ്രകാരമാണ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് ഞാൻ പറയുന്നതെല്ലാം തന്നെ നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസാണിത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് മണി ഓർ മണീസ് വർത്ത് ആർ റെക്കോർഡഡ് അക്കോർഡിംഗ് ടു വിച്ച് കോൺസെപ്റ്റ്? ട്രാൻസാക്ഷൻസ് ഇൻവോൾവിംഗ് മണി ഓർ മണീസ് വർത്ത്, അതായത് മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ നമ്മൾ അത് എങ്ങനെയാണ്, അതിന് നമ്മൾ ഏത് പ്രിൻസിപ്പിളാണ് പറയുക? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. ഏത് കോൺസെപ്റ്റാണ്? മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റാണ് അല്ലേ. ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത് ആ ട്രാൻസാക്ഷൻ മണി റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആയിരിക്കും, അങ്ങനെയുള്ളതാണ് മണി മെഷർമെൻറ്റ് കോൺസെപ്റ്റ്. നെക്സ്റ്റ് വരുന്നത്. വിച്ച് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ഫോളോസ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റ്. ഏത് സിസ്റ്റം ഓഫ് അക്കൗണ്ടിംഗ് ആണ് ഡ്യുവൽ ആസ്പെക്റ്റ് കോൺസെപ്റ്റിൽ വരുന്നത് എന്നാണ് ചോദിച്ചത്. ഏത് അക്കൗണ്ടിംഗ് കോൺസെപ്റ്റാണ്? ഡബിൾ എൻട്രി സിസ്റ്റം.
അല്ലേ? ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് നമ്മൾ എന്ത് വരുന്നത്, ഡുവൽ ആസ്പെക്റ്റ്, രണ്ട് ആസ്പെക്റ്റ് നമ്മൾ കാണിക്കുമെന്ന് പറഞ്ഞു അല്ലേ? അത് ഡബിൾ എൻട്രി സിസ്റ്റത്തിലാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. അടുത്തത് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്താണെന്നാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് അക്കൗണ്ടിങ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ്. നമ്മൾ അക്കൗണ്ടിങ് ചെയ്യുന്നു അല്ലേ? ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ നമ്മൾ ബിസിനസ്സിൽ വരുന്ന പർച്ചേസിങ്ങും സെല്ലിങ്ങും എല്ലാം നമ്മൾ അക്കൗണ്ടിങ്ങിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് ഈസ് അക്കൗണ്ടിങ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോളോഡ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റൂൾസും അതുപോലെ ഗൈഡ് ലൈൻസും ഒക്കെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ സെക്കൻഡറി റെക്കോർഡ് ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ വരുന്ന സെക്കൻഡറി റെക്കോർഡ് ഏതാണ്? സെക്കൻഡറി റെക്കോർഡ് ലെഡ്ജറാണ്. ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ഏതാണ്? അപ്പോൾ ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി ജേണലാണ്. ബുക്സ് ഓഫ് സെക്കൻഡറി എൻട്രി അതായത് സെക്കൻഡറി റെക്കോർഡ് എന്ന് പറയുന്നത് ലെഡ്ജറാണ്. ജേണൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ലെഡ്ജറിലേക്ക്. സോ ഇറ്റ് ഈസ് സെക്കൻഡറി റെക്കോർഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻസ് ക്രൊണോളജിക്കലി ഇൻ ജേണൽ ഈസ് നോൺ ആസ്. അതായത് നമ്മൾ ക്രൊണോളജിക്കലി ഒരു പ്രത്യേക ഓർഡറിൽ നമ്മൾ ട്രാൻസാക്ഷൻസ് ഒക്കെ എൻ്റർ ചെയ്യുന്ന സമയത്ത് അതിനെ പറയുന്ന പേര് ജേണലൈസിങ് ആണ്. അപ്പോൾ ആൻസർ ജേണലൈസിങ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഡക്ഷൻ അലൗഡ് ഇൻ സെല്ലിംഗ് പ്രൈസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെല്ലിംഗ് പ്രൈസിൽ നിന്നും, ഇപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റിന് സെല്ലിംഗ് പ്രൈസിൽ നിന്നും ഡിഡക്ഷൻ വരുമ്പോൾ അത് ഡിസ്കൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻടാഞ്ചിബിൾ അസെറ്റ്. ഏതാണ് ഇൻടാഞ്ചിബിൾ അസെറ്റ്? എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് കാണാനും അതുപോലെ തന്നെ നമുക്ക് ടച്ച് ചെയ്യാനും ഒക്കെ പറ്റാത്ത അസെറ്റാണ് ഇൻടാഞ്ചിബിൾ അസെറ്റ്. അപ്പോൾ അതിന് എക്സാമ്പിൾ വരുന്നത് ഗുഡ് വില്ലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അസെറ്റ് വിച്ച് ക്യാൻ ബി സീൻ ഓർ ടച്ച് ഈസ് നോൺ ആസ്. നമുക്ക് കാണാനും അതുപോലെ ടച്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന അസെറ്റിന് പറയുന്ന പേരെന്താണ്? ടാഞ്ചിബിൾ അസെറ്റ് എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ? നമുക്ക് കാണാനും ടച്ച് ചെയ്യാനും ഒക്കെ പറ്റും. അപ്പോൾ അതിന് എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? മെഷീനറി, അതുപോലെ ഫർണിച്ചർ, അങ്ങനെ വരുന്നതെല്ലാം ഏതിൽ വരും? നമുക്ക് വരുന്ന ടാഞ്ചിബിൾ അസെറ്റിൽ വരും അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് ടാഞ്ചിബിൾ അസെറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസൊക്കെ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മൾ ഇതുവരെ എടുത്തിട്ടുള്ള ഭാഗത്തു നിന്നുമുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ക്ലാസ്സിനോടൊപ്പം തന്നെ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടി തരണമെന്ന്. അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇനി ഓരോ ക്ലാസ് കഴിയും തോറും ഞാൻ മാക്സിമം ശ്രമിക്കാം നിങ്ങൾക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് തരാൻ വേണ്ടി നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുക. എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, ഈ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം.